നമുക്ക് നേരിട്ട് പ്രേതത്തെയും ഭൂതത്തെയും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം അല്ലേ. ചെറുപ്പം തൊട്ടേ നിങ്ങൾ കേൾക്കുന്നതായിരിക്കും പ്രേതമുണ്ട്, ഭൂതമുണ്ട്, അവിടെ പ്രേതമുണ്ട്, ഇവിടെ ഭൂതമുണ്ട്, അങ്ങോട്ടൊന്നും പോകരുതെന്നൊക്കെ അല്ലേ. അപ്പോൾ പ്രേതവും ഭൂതവും നമുക്ക് ഇന്ന് അതിൻ്റെ പണിയങ്ങ് തീർക്കാം. ഓക്കെ, കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. പുതുജീവനായി ജനിക്കുന്ന ആ മോക്ഷമേക്കുന്ന അവസ്ഥയാണ് പുത്രാപുത്രി. അപ്പം മാതൃ പിതൃ പുത്ര പുത്രി. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും ശുദ്ധിയാൽ, ആ മാതൃ പിതൃ പൂതയാൽ, അച്ഛൻ്റെയും അമ്മയുടെയും ശുദ്ധിയാൽ, ശുദ്ധിയില്ലെങ്കിലോ ജനിക്കുന്നത് ആരായിരിക്കും? കാലനായിരിക്കും അല്ലേ. അപ്പോൾ ആ മാതൃ പിതൃ പൂതയാൽ, പൂത എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ് അർത്ഥം. ആ ശുദ്ധിയാൽ, ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന ആ ത്രിഗുണ വൈഭവത്തിൻ്റെ ശുദ്ധിയാൽ, ആ പൂതയാൽ, പൂതിയാൽ, പൂതിയാൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹത്താൽ ജനിക്കുന്നതാണ്. ആര്? ആഗ്രഹമില്ലാതെ ജനിക്കുന്നതാണോ? ആഗ്രഹത്താൽ, അതിയായിട്ടുള്ള ആഗ്രഹത്താൽ ജനിക്കുന്നതാണ് പൈതൽ, പുത്ര പുത്രി എന്ന് പറയുന്നത്. ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ ആ ആഗ്രഹങ്ങളുടെ പൂതിയുടെ ഏറ്റവും പരമകോടിയിൽ ജനിക്കുന്നതാണ് അല്ലേ, ഭൂജാതമാകുന്നതാണ് പുത്രാപുത്രി. ഇതിനെയാണ് പൈതൽ എന്ന് പറയുന്നത്. അപ്പം മാതൃ പിതൃ പുത്ര പുത്രി അല്ലേ. നമുക്ക് വസന്തത്തെ ഏക്കുന്നത് പ്രാതത്തെ പ്രഭാതത്തെയേക്ക് പൈതലായി നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സ്വപ്നങ്ങൾക്ക് നിറത്തെ നൽകി ജനിക്കുന്നതാണ് പുത്രനും പുത്രിയും. നമ്മളുടെ കണ്ണീര് കുടിപ്പിക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതല്ല പുത്രനും പുത്രിയും. എങ്ങനെയാണ്? നമ്മളുടെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ട് ജനിക്കുന്നതാണ്. നമ്മളെ ഉത്സാഹമാകുന്ന ജീവിതമാകുന്ന ആ സ്വർഗീയതയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ പുനർജന്മമാണ് മക്കൾ. നമ്മളുടെ പുനർജന്മമാണ് മക്കൾ. പുത്തെന്ന് പറയുന്ന പുന്നാമമാകുന്ന നരകത്തിൽ നിന്നും നമ്മളെ സ്വർഗീയതയുടെ ആനന്ദത്തിലേക്ക് എത്തിക്കുന്ന പൈതലായി വളർന്ന് പുത്രനും പുത്രിയുമായിട്ട് നമ്മളുടെ ജന്മസാഫല്യമായിട്ടാണ്, നമ്മളുടെ സ്വർഗീയതയ്ക്ക് കാരണമായിട്ടാണ് മക്കൾ ജനിക്കുന്നത്. നമുക്ക് നരകതുല്യമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ വേണ്ടിയിട്ടല്ല, സ്വർഗീയത അനുഭവിക്കുന്നത് മക്കളിലൂടെയാണ്. അതാണ് പൈതൽ, പുത്രൻ പുത്രി. ആ സ്വർഗീയത മക്കളും പിതൃ മാതൃ എന്ന് പറയുന്ന ആ സങ്കല്പങ്ങൾക്ക് കൊടുക്കണം. അത് നമ്മളുടെ തന്നെ അച്ഛനും അമ്മയുമാണ്, അല്ലാതെ വാടകയ്ക്ക് വന്നവരല്ല. അവരുടെ പുനർജന്മമാണ്, ഒരമ്മയുടെ സ്വപ്നമാണ്, ജീവനാണ് മക്കൾ. ആ അമ്മയുടെയും അച്ഛൻ്റെയും യുഗ്മസഞ്ചാരമാണ് നമ്മളുടെ ജീവന് കാരണമായത്, നമ്മളുടെ ജീവിതത്തിന് കാരണമായത്. ഈ അമ്മയും അച്ഛനും കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയി, എൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ മക്കൾ ചിന്തിക്കുന്ന കാലത്താണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, മൃത്യുഭാവത്തിലുള്ള ഈ സ്പേസിനെ അഗ്നിയുടെ പിതൃഭാവം മാതൃഭാവത്തിലേക്ക് എത്തിച്ച് അതിൽ പ്രത്യക്ഷമാകുന്നതാണ് മാതൃപിതൃ. അതിൽ നിന്നും ജനിക്കുന്നതാണ് പുത്ര പുത്രി. ആ വിശേഷ ഗുണമുള്ള ഈ പ്രപഞ്ചത്തിൽ ആ അഞ്ചും ചേർന്ന് ജനിക്കുന്നതാണ് ത്രിഗുണവൈഭവം. ആ ത്രിഗുണവൈഭവത്തിൻ്റെ ഫലമാണ് ആത്മാവ് മനസ്സ് ശരീരം. ആ ത്രിഗുണശക്തിയാണ് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി. ആ ത്രിശക്തികൾ എപ്പോൾ വേർപിരിയുന്നോ അപ്പോൾ നമ്മളെന്താവും? പുത്ര പുത്രി പിതൃ മാതൃ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും പ്രേത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ത്രിഗുണവൈഭവം എപ്പോൾ പിരിയുന്നോ അപ്പോൾ നമ്മളെന്താവും? മാതൃ പിതൃ പുത്ര പുത്രി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെന്താവും? പ്രേത എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ശരീരത്തിൽ ജീവനും ആത്മാവും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. അപ്പോഴോ മരിച്ചു എന്ന് പറയുന്ന അവസ്ഥ. മരിച്ച ആ ബോഡിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രേതം എന്ന് പറയുന്നത് അല്ലേ. പ്രേതത്തെ കണ്ടില്ലേ? ഇതാണ് പ്രേതം. മരണപ്പെട്ട ആ ബോഡിയെയാണ്, ജീവൻ ആത്മാവ് നഷ്ടപ്പെട്ട ആ ശരീരത്തെയാണ് പ്രേത എന്ന് പറയുന്നത്. അപ്പം മാതൃവാകാതെ പിതൃവാകാതെ പുത്രനാകാതെ പുത്രിയാവാതെ എന്താവാൻ പറ്റില്ല? പ്രേതമാകാനായിട്ട് പറ്റില്ല. പ്രേതമുണ്ടോ? അപ്പോൾ പ്രേതമില്ലേ? പ്രേതമുണ്ട്. ഇതെങ്ങനെയാണ് ഭൂതമാകുന്നത്? ഈ പ്രേതം എങ്ങനെയാണ് ഭൂതമാകുന്നത്? പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.